ஆரம்பிக்கலாமா? தச்சும் தக்கிட்ட தக்கிட்ட தக்கு தச்சும் தா. പേടിക്കണ്ട, റിലേ പോയതാ. ആകാശവാണി കൊച്ചി തിരുവനന്തപുരം റിലേ. എന്താണ് റിലേ? പാട്ട് പാടാൻ അറിയാത്ത ഞാൻ ഹരിമുരളീരവം പാടുമ്പോഴും ഡാൻസ് കളിക്കാൻ അറിയാത്ത ഞാൻ മലമ്മ പിത്താ പിത്താത്തേ ഡാൻസ് കളിക്കുമ്പോഴും സുഹൃത്തുക്കളായ ഇവർ പറയും എൻ്റെ റിലേ പോയിട്ടാ എന്ന് പറയും. അതാണ് റിലേ പോയി. പലർക്കും പല വിധത്തിലാണ് റിലേ പോകുന്നത്. ചായക്കടക്കാർക്ക് റിലേ പോവാറുണ്ട്. ചേട്ടാ 2 വർഷം പുട്ട്, ഒരു മുട്ടക്കറി, ഒരു ചായ. എത്ര ആശായി? അപ്പോ 63 രൂപ. നാളെ തരാട്ടാ. നാളെ തരാട്ടാന്ന്. അപ്പൊ ഇന്നലെ തിന്നതാ, അത് പിന്നെ തരാട്ടാ. ഇത് കേൾക്കുമ്പോ ചായക്കടക്കാരൻ്റെ റിലേ പോകും. പിന്നെ അധ്യാപകർക്ക് റിലേ പോവാറുണ്ട്. മാഷ് പഠിപ്പിച്ചൊക്കെ പഠിച്ചോ? പട്ടിയെ പഠിച്ചോ? 1 2 2 മോൻ പറ. 1 2 2 ഈ 2 ഈ 2 പറ. ഊരണ്ട് ഊരണ്ടോ? കാറുണ്ടാ. ഇത് കേൾക്കുമ്പോ ഏത് അധ്യാപകന്റെ റിലേ പോകും. പിന്നെ ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങളുടെ റിലേ പോയിട്ടുണ്ട്. മേരെ പ്യാരോ ദേശവാസിയോ ആജ് ദിൻ മേ 1000-ന്റെയും 500-ന്റെയും നോട്ട് നിരോധിച്ചു ഹേ എന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിലുള്ള സകല ജനങ്ങളുടെ റിലേ പോയി. ഇതെവിടെ കൊണ്ടുപോയി മാറുമെന്ന് ആലോചിച്ചിട്ട്. പിന്നെ ഈ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ റിലേ പോവാറുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ദേവസിക്കുട്ടി ചേട്ടൻ ബൈക്കിന് വന്നത് അവതാർ സിനിമയിൽ പക്ഷികൾ വന്നുട്ടാ. ഈ ഒരു മൈൻഡിലെ പുള്ളി തന്നെ. പുള്ളി വന്ന കാണുമ്പോ തന്നെ നാട്ടുകാർ പറയും മാറിക്കോടാ ദേവസി വന്നുണ്ട് എന്ന് പറയും. ദേവസിക്കുട്ടി ചേട്ടൻ ഒരു ദിവസം വന്ന് സ്കൂട്ടറിന് വന്നിട്ട് റോട്ടിൽ തല്ലി അടിച്ച് നാട്ടുകാരൊക്കെ പിടിച്ചെഴുന്നേപ്പിച്ച് പുള്ളി മേത്ത പൊടിയൊക്കെ തട്ടിക്കളി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇതും വെച്ചിട്ട് നടന്നു പോവേ. അല്ല ചേട്ടൻ വണ്ടി എടുക്കല്ലേ? വണ്ടി എടുക്കല്ലേ? ഓടാ, ഞാൻ നടന്നാണ് വന്നത്. വണ്ടിക്കാണ് വന്നത്. ഓടാ അവിടുന്ന്. നടന്നാണ് ഞാൻ വന്നത്. നടന്നാണ് പുള്ള റിലേ പോയി. ഇനി എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴും നമ്മളെ റിലേ പോവാറുണ്ട്. നമ്മൾ വഴിയിൽ നിൽക്കണ ആളോട് ചോദിക്കും, ചേട്ടാ തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കും. അപ്പോൾ ആ വഴിയിൽ നിൽക്കണ ആൾ പറയും, മോനെ ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയിട്ട് നേരെ പോയിട്ട് റൈറ്റ് തിരിഞ്ഞിട്ട് ലെഫ്റ്റ് എടുത്ത് പോകണോട്ടോ എന്ന് പറയും. ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ തൊട്ടടുത്ത് വേറൊരാൾ ഇപ്പം ഉണ്ടാവും. അതിൽ കൂടെ നല്ലത് ഇതിൽ കൂടെ പോയിട്ട് ഇതിങ്ങനെ പോകണോ ഇവരെ. ഇത് പറയുമ്പോൾ ഏതിൽ കൂടെ പോകുമെന്ന് ആലോചിച്ചിട്ട് നമ്മളെ റിലേ പോകും. ഇനി കറക്റ്റായിട്ട് ചിലർ വഴി പറഞ്ഞു തരും. മോനെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ പോയിട്ട് റൈറ്റ് തിരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് താങ്ക് യു ചേട്ടാ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോകാൻ നേരത്തെ ആയിക്കോളൂ. അതേ ഇടത്തോട്ട് തിരിയരുതട്ടാ. അപ്പൊ വലത്തോട്ടോ ഒട്ടും പോകരുത്. അപ്പൊ നേരെ പോയാ കൊല്ലിഞ്ഞാൻ. ഇത് കേൾക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചിട്ട് നമ്മളുടെ റിലേ പോവാറുണ്ട്. സിനിമാ നടന്മാരുടെ റിലേ പോവാറുണ്ട്. ഈ സിനിമാ നടന്മാരെ കാണുമ്പോൾ നമ്മൾ പറയും ഒരു സെൽഫി സാറേ. ഇത് പറയുമ്പോൾ നടന്മാരെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കും. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ സാറിൻ്റെ നമ്പർ ഒന്ന് തരും പ്ലീസ്. ഇങ്ങനെയാണ്. അപ്പോൾ ചില നടന്മാർ കൊടുക്കും, എല്ലാ നടന്മാരും കൊടുക്കൂല. ഇടക്കിടക്ക് ഈ ആരാധകൻ വിളിക്കും. വിളിച്ച് ഇവൻ്റെ ശല്യം മൂത്ത് കഴിയുമ്പോൾ ഒരു ദിവസം ഫോൺ എടുക്കും. ഫോൺ എടുത്ത് കഴിയുമ്പോഴേക്കുള്ളൂ, സാറേ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സാറിൻ്റെ പടം 8 നിലയിൽ പൊട്ടിയല്ലേ നോക്കുമ്പോ സിനിമാ നടൻ്റെ റിലവ് ആലോചിച്ചിട്ട്. പിന്നെ ഈ ഡോക്ടർമാരെ കാണാൻ പോകുമ്പോഴും റിലേ പോവാറുണ്ട് നമ്മൾക്ക്. ഞങ്ങളുടെ വീടിൻ്റെ ജോസേട്ടനുണ്ട്. ജോസേട്ടൻ എന്നാ ജോസേട്ടാ ഹായ്. ഈ ഒരു മൈൻഡാണ് ജോസേട്ടന്. അപ്പോൾ ജോസേട്ടൻ്റെ കൈക്ക് ചൊറിച്ചിൽ വന്നിട്ട് ജോസേട്ടൻ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ കൈക്ക് വല്ലാത്ത ചൊറിച്ചിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ജോസേട്ടന് മരുന്നൊക്കെ കുറിച്ച് കൊടുത്തു. ജോസേട്ടൻ ശരിയെന്നാ. പോവാൻ നേരത്ത് ഡോക്ടറെ കൈമൊന്ന് മാന്തി പതുക്കെ. അപ്പം എൻ്റെ കൈയൊക്കെ മാന്തണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 വർഷമായി എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ജോസേട്ടൻ റിലേ പോയി. ചൊറിച്ചിലുള്ള ജോസേട്ടൻ ചൊറിച്ചിലുള്ള ഡോക്ടറുടെ അടുത്ത് വന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ഇപ്പം എൻ്റെ റിലേ പോയി. കുറേ പഠിച്ചതാ. അപ്പോൾ ഈ മരിച്ചുപോയ ആത്മാക്കളുടെ റിലേ പോവാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാളും മിണ്ടാണ്ട് നടന്നവരും കാർപ്പിച്ച് തുപ്പിയവരൊക്കെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ പറയും, അവൻ നല്ല കലാകാരനായിരുന്നു, അവൻ നല്ല മനുഷ്യനായിരുന്നു, മിടുക്കനായിരുന്നു, നല്ല തിരക്കഥാകൃത്തായിരുന്നു, നല്ല സംവിധായകനായിരുന്നു, മത്സ്യത്തൊഴിലാളിയായിരുന്നു എന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ മരിച്ചു ദൈവമേ എന്നെക്കുറിച്ച് തന്നെയാണ് ഈ പറയണേന്ന് ആലോചിച്ചിട്ട് ഈ ആത്മാവിൻ്റെ റിലേ പോവും. മറ്റൊരു തരത്തിലും ഈ ആത്മാവിൻ്റെ റിലേ പോവാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാളും സാറേ
മൊലാളി എന്നൊക്കെ വിളിച്ചിരുന്ന ആൾക്കാർ മൊലാളി അവനാ മരിച്ചു കഴിയുമ്പോ അവനാ സാറാ ഇത് കേൾക്കുമ്പോൾ ആത്മാവിൻ്റെ റിലേ പോകും. ഇത്രയും റിലേ പോയ കാര്യങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ രമേശ് ചേട്ടൻ പറയും ഒരു റിലേ പോയ കാര്യം വെച്ചിട്ട് ഒരുപാട് പേരെ ഞങ്ങളെ ചിരിപ്പിച്ചു, അടിപൊളി, സൂപ്പർ, ഇനിയും വന്നം 50-ൽ 10. അപ്പോഴായിരിക്കും എൻ്റെ റിലേ ശരിക്കും പോണത്. ആ സമയത്ത് നമ്മുടെ ഗസ്റ്റ് വിഷ്ണു ഏട്ടൻ പറയും അടിപൊളിയായിരുന്നു, തുടക്കം മുതൽ ചിരിക്കാനുണ്ടായിരുന്നു, ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, എൻ്റെ പുതിയ പടത്തിലൊരു അവസരം വരെ നിങ്ങൾക്ക് തരാൻ എനിക്ക് ഉദ്ദേശമുണ്ട്, 50-ൽ 12. അത് കേട്ടിട്ട് റിലേ പോയി ഇങ്ങനെ നിൽക്കണ സമയത്ത് ഡയാന വരും. അപ്പൊ സുഭാഷിന്റെ ടോട്ടൽ സ്കോർ അറിയാം, 100-ൽ 150. ഇത് കേൾക്കുമ്പോ ഇത് ജഡ്ജസ് ചെയ്യാനിരുന്ന ജഡ്ജസിന്റെയും ഈ കാണാനിരുന്ന ഓഡിയൻസിന്റെയും ഈ കൗണ്ടർ അടിക്കാൻ മത്സരിക്കുന്നവരുടെയും ക്യാമറ നോക്കണ ക്യാമറാമാൻ്റെ മൊത്തം റിലേ പോകും. ദൈവമേ, അങ്ങനെ ആരെയും റിലേ പോലെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മലമ്മ പിത്താത്തേ. താങ്ക് യു.